ഫ്രണ്ട്സ്, ഗോൾഡൻ ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പാലട ഉണ്ടാക്കാം. ഇതിനായിട്ട് പാലും അടയും പഞ്ചസാരയും മാത്രം മതി. ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം അട തയ്യാറാക്കാം. അതായത് നമ്മൾ മേടിച്ചു വെച്ചിരിക്കുന്ന അട കഴുകി വൃത്തിയാക്കിയതാണിത്. 250 ഗ്രാം അടയാണിത്. ഇത് വേവിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു പാത്രം നിറയെ വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. ഒരു പാത്രം നിറയെ നമ്മൾ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട നമുക്കിതിലേക്ക് ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ അടപ്പ് കൊണ്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് മൂടി വയ്ക്കുക. അതപ്പോൾ അവിടെ ഇരുന്ന് വേവും. ഇനി വെള്ളം കൂടുതലായി പോയാലും കുഴപ്പമില്ല, അത് വളരെ നല്ലതാണ്. നമുക്ക് വെള്ളം പിന്നെ നമുക്ക് ഊറ്റിക്കളയാം. ഞാൻ പാൻ ചൂടാക്കിയതിന് ശേഷം 2 ലിറ്റർ പാല് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി പാല് ചൂടായി വരുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് കുറേശ്ശെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതായത് ഓരോ തൈ പഞ്ചസാര വെച്ചാണ് ഞാൻ ഇടുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിത് ലോ ഫ്ലെയിമിൽ മാത്രമേ നമുക്കിത് ചെയ്യാവുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അടുക്കി പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് 2 ലിറ്റർ പാൽ ഒഴിച്ച് കൂടി തന്നെ നമ്മൾ ആ കവർ കഴുകി, മിൽമ പാലാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ആ കവർ കഴുകി ഒരു ഗ്ലാസ് ആ പാലിൻ്റെ വെള്ളം കൂടി ചേർത്ത് നമ്മൾ കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ട് ചൂടായി വരുന്നതോറും നമ്മൾ ഓരോ 10 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഒരു തവി പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുന്നതേ ഉള്ളൂ. ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ 10 മിനിറ്റ് ഇടയിൽ നമുക്ക് ഒരു തവി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഒരു തവി പഞ്ചസാര അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിം മാത്രമേ നമ്മളിത് വയ്ക്കാവുള്ളൂ. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തൊട്ടിട്ട് നമ്മൾ ഇളക്കണം. അതിനകത്ത് ഒരു സ്പൂണ് നെയ്യും കൂടി ചേർക്കുകയാണ്. കാരണം ഇത് അടുക്കി പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ നെയ്യ് ഇടുന്നത്. അപ്പോൾ നെയ്യ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നെയ്യ് ഇട്ടിട്ട് നമുക്ക് അടുക്കി പിടിക്കാതിരിക്കും. വീണ്ടും ഞാൻ ഒരു തവി പഞ്ചസാര ഇടുകയാണ്. നന്നായിട്ട് എന്നിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിം മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഫ്ലെയിം കൂട്ടി വെക്കരുത്. നമ്മൾ ഈ പഞ്ചസാര നമുക്ക് പല പ്രാവശ്യം ആയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്, ഒന്നിച്ചിടരുത്. അതായത് ഇനി ഒരു 5 പ്രാവശ്യം കൂടെ നമ്മൾ ഈ പഞ്ചസാര നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 50 മിനിറ്റ് നേരം നമ്മൾ ഈ പ്രക്രിയ തുടരണം ലോ ഫ്ലെയിമിൽ. ഇനി നമ്മുടെ അട റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മളതിൻ്റെ ഇപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്കെൻ്റെ വെന്തത് മതിയൊന്ന് നമുക്ക് നോക്കാം. നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിതുങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഊരാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ പാലടയുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം. അതിൻ്റെ കളർ നിങ്ങൾക്ക് കുറച്ച് നല്ല ഭംഗിയായിട്ട് മനസ്സിലാവാൻ സാധിക്കും. ഇപ്പം അതിൻ്റെ കളറ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമ്മുടെ പാലടയുടെ അട റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുറേശ്ശെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ മുഴുവൻ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് ഒരു 10-15 മിനിറ്റ് നേരം നമുക്കൊന്നും കൂടെ ലോ ഫ്ലെയിമിൽ വേവാൻ വെക്കണം. ഇപ്പം നമ്മുടെ പാലടയുടെ മുഴുവൻ അടയും നമ്മളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. കാരണം അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവാൻ വയ്ക്കുക. ഇപ്പം നമ്മുടെ 15 മിനിറ്റായി. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഇപ്പം നല്ല ക്രീമി സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല നിറവും മണവും ഒക്കെ ഉണ്ട്. അതായത് ചെറിയ അട ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ വൈകി കിട്ടിയത് കുറച്ച് വലിയ അടയാണ്. അപ്പോൾ കുറച്ചുകൂടി ചെറിയ അട ഉപയോഗിച്ചാൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയും കുടിക്കാൻ സുഖമൊക്കെ ആയിരിക്കും. അപ്പോൾ അട നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് വേവിച്ച് വെക്കണമെന്നില്ല. അത് പാല് പകുതി റെഡിയായ ശേഷം അട വേവിച്ച് വെച്ചാലും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ചായച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.